സിനിമ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് IFFK സെലക്ഷൻ കിട്ടണം എന്നുള്ളതായിരുന്നു. അപ്പോൾ 5 അവാർഡ് കിട്ടിയപ്പോൾ പിന്നെ ഒരു അതിൻ്റെ ഒരു സുഖം കിട്ടി. ഇപ്പോൾ ഞാനിപ്പോൾ ട്യൂഷൻ വീട് പോലത്തെ സിനിമകൾ ചെയ്യുമ്പോഴും ഞാൻ ആ ലോ ബഡ്ജറ്റിലേക്ക് ഭയങ്കര എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അതിലെനിക്ക് കൂടുതൽ വിമർശനങ്ങൾ വന്നത് അഭിനയത്തിൻ്റെ മേഖലകളിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള. ലൊക്കേഷനിൽ ഞാൻ എന്നും രാത്രി പോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പോൾ ആ എഡിറ്റ് തന്നെയാണ് എൻ്റെ ഫയൽ കട്ടും. പക്ഷെ ഫാത്തിമ പോലത്തെ ഒരു പടം ചെയ്യാൻ ഏറ്റവും നല്ല എഡിറ്റർ ഞാൻ തന്നെ തോന്നുന്നു എന്നെ തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രീനിവാസ് സാറിൻ്റെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സത്യവതിക്കാട് ശ്രീനിവാസ് സാറിൻ്റെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമകളാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഓരോ അവാർഡ് കിട്ടുമ്പോഴും നമുക്ക് ഇന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഞാൻ ഓരോ അവാർഡുകൾ കിട്ടുമ്പോഴും നമുക്കൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. നമുക്കങ്ങനെ കാണാൻ പറ്റിയ സന്തോഷം എന്നുള്ള. പിന്നെ ആ സമയത്ത് തന്നെ സ്റ്റേറ്റ് അവാർഡ് ഞാൻ പറയാറുണ്ട്. എനിക്കന്ന് 2 അവാർഡാണ് കിട്ടിയത്. ഒന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, പിന്നെ ഒന്ന് നമുക്കന്നെ പോലത്തെ ഒരാളെ സിനിമേനെ പറ്റിയതൊരു അഭിപ്രായം പറഞ്ഞ് അതിലൊരു ഡയലോഗ് എടുത്ത് പറഞ്ഞ് വന്ന് ഞാൻ സ്ക്രിപ്റ്റൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഫുൾ സ്ക്രിപ്റ്റ്. അപ്പോൾ അതൊക്കെ സിനിമ ആക്കണം എന്നുള്ള പ്രതീക്ഷയിലേക്ക് കൊച്ചിയിൽ വരുന്നത്. പിന്നെ അന്ന് മനസ്സിലായത് എളുപ്പമുള്ള പരിപാടിയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് കൂടെ ഉള്ളത് ഡയറക്ടർ ഫാസിൽ മുഹമ്മദ് ആണ്. ഹായ് ഫാസിൽ, വെൽക്കം. ഇപ്പം ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ ഒരു നാഷണൽ ലെവൽ അംഗീകാരം കൂടെ കിട്ടിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. IFFK ഒരു ചെറിയ സിനിമയായിട്ട് തന്നെ ഇതൊരു ലോ ബഡ്ജറ്റിൽ വളരെ മിനിമൽ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വന്നൊരു സിനിമ നാഷണൽ ലെവൽ അംഗീകാരം കിട്ടി ഇപ്പോൾ ഇരിക്കുമ്പം ഈ ഒരു മൊമെന്റിൽ എന്താണ് തോന്നുന്നത്? സന്തോഷമാണ്. നേരത്തെ പറഞ്ഞവർ തന്നെ ചെറിയ സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് സിനിമ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് IFFK സെലക്ഷൻ കിട്ടണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് IFFK ഒരു സെലക്ഷൻ കിട്ടണം. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് അതൊരു സിനിമയായിട്ട് അംഗീകരിക്കപ്പെടുള്ളൂ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. പക്ഷെ ഒന്ന് IFFK സെലക്ഷൻ കിട്ടിയത് ഇന്റർനാഷണൽ കൊമേഴ്ഷ്യലിലാണ് കിട്ടിയത്. പിന്നെ അത് സിനിമയായി. പിന്നെ അവിടെ നിന്നുള്ള സന്തോഷമാണ്. ഇങ്ങനെ കയറി ഇപ്പം ആദ്യ സിനിമയ്ക്ക് തന്നെ ഇത്രയും വലിയൊരു അംഗീകാരം. ഇപ്പം IFFK അവാർഡ് കിട്ടി, ഇപ്പം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിലും ഷംലയ്ക്ക് അവാർഡ് കിട്ടിയിരുന്നു, ഇപ്പം നാഷണൽ അവാർഡിലും ഇത് കിട്ടി. അപ്പം ഇങ്ങനെയൊരു അംഗീകാരങ്ങൾ എന്നുള്ളൊരു സാധനത്തിനോട് അങ്ങനെ ആഗ്രഹിച്ചിരുന്നോ? IFFK സമയത്ത് ഒട്ടും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ സെലക്ഷൻ ആയിരുന്നു. പിന്നെ അന്ന് നമുക്ക് അവിടുന്ന് 5 അവാർഡുകളാണ് കിട്ടിയത്. അപ്പോൾ 5 അവാർഡ് കിട്ടിയപ്പോൾ പിന്നെ ഒരു അതിൻ്റെ ഒരു സുഖം കിട്ടി. കയ്യടിയൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് ശരിക്കും ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അന്ന് ഭയങ്കര രസമുള്ള ദിവസമായിരുന്നു അന്ന്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഗ്യാപ്പില്ലാണ്ട് അവാർഡുകൾ ഓരോന്ന് അനൗൺസ് ചെയ്ത് വന്നു തുടങ്ങി എന്നുള്ള. IFFK കഴിഞ്ഞ പാടെ തന്നെ പല പിന്നെ കുറെ ഫെസ്റ്റിവൽസുകൾ പോയി. അപ്പോൾ ഞാൻ ആ ഒരു ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു. ഇപ്പോഴും പ്രോസസ്സിങ്ങിലാണോ? അതെ. എന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഞാനൊന്നിങ്ങനെ അവാർഡ് കിട്ടി, ഒരു അവാർഡിന്റെ ഹൈയിൽ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് ഡൗൺ ആകുമ്പോഴത്തേന് അടുത്തത് വരും. അപ്പൊ അതിങ്ങനെ ഫില്ലായിട്ട് സ്റ്റേറ്റ് നാഷണൽ അവാർഡ് എത്തി എന്നുള്ളതാണ്. ഇപ്പോഴും അടുത്ത ഇങ്ങനെ ഫെസ്റ്റിവൽസ് ഒക്കെ പോകുന്നുണ്ടോ? ഇനിയിപ്പോ ഏകദേശം ഫാത്തിമയുടെ ജേണി ഏകദേശം ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ വീക്ക് ക്യൂബയിൽ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. പോകാൻ പറ്റിയില്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പേര് തന്നെ ഇപ്പം ഒരുപാട് ഇന്റർവ്യൂലാണെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടുള്ള ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള ഒരു പേര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ഫെമിനിച്ചി എന്ന് പറയുന്നത് പലരും കളിയാക്കി യൂസ് ചെയ്തിരുന്ന ഒരു വേർഡിനെ അതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിട്ട് ലൈക്ക് ഫെമിനിസം അല്ലെങ്കിൽ ഈ ഒരു ഇതെന്താണ് എന്ന് അറിയാത്തൊരു ക്യാരക്ടറിനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം പ്ലേ ചെയ്യിച്ച് ആ ഒരു ടൈറ്റിലിനോടൊപ്പം ഒരു നീതി പുലർത്തണമല്ലോ. അപ്പം അതൊരു സംവിധായകൻ അല്ലെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു ആ ഒരു ഭാവന എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? അല്ല, ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞാണ് ആ വേർഡ് തന്നെയാണ് നമുക്ക് ഫെമിനിറ്റി എന്നുള്ള വാക്ക് ആളുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊരു പോയിന്റാണ് ഇത് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഞാനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു റീലിൽ 2 താത്തമാർ ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര സന്തോഷത്തോടെ ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും ഒരു കമൻറ്റാണ് എന്നെ ചിന്തിപ്പിച്ചത്. പിന്നെ അതിനായിട്ട് നോക്കുമ്പോൾ സമൂഹത്തിൽ കുറച്ച് മുന്നോട്ട് നിന്നിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന സ്ത്രീകളെയാണ് ഇവർ ഫെമിനിറ്റി എന്ന് ഇങ്ങനെ കളിയാക്കുന്ന പോലെ വിളിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചത് അതൊരു കളിയാക്കലല്ല, അതല്ല അംഗീകാരമല്ലേ, ആ ഒരു ചിന്തയെന്നാണ് പിന്നെ ഇത് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാത്തിമയിലോട്ട് വരുമ്പോൾ ഫെമിനിച്ചി ഫാത്തിമ അത് 2 ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റുള്ള പേരുകളാണ്. അപ്പോൾ അതിനൊരു കൗതുകമുണ്ട്. അപ്പോൾ അത് ഫുൾഫില്ലാക്കി അതിൻ്റെ ഒരു എൻഡ് പിടിക്കണം എന്നുള്ളത് അങ്ങനെ സംഭവിച്ചു വന്നതാണ്. അത് നമുക്ക് പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും നമുക്ക് ആ ചിന്ത ഉണ്ടായിരുന്നു, ഇങ്ങനെ ഫെമിനിറ്റിയിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഭീകരമാവരുത്, അല്ലെങ്കിൽ അത് നമ്മൾ എല്ലാവർക്കും കണക്ട് ആവുന്നത് വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിലോട്ട് എത്തിയതാണ്. ഇപ്പം ഇതിന്റെ ഒരു ത്രെഡ് നോക്കിയാലും ഒരു നാരോ ലൈനിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ് ഇതെന്ന് പറയുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമുക്ക് അറിയില്ല എന്താകും എന്നുള്ളത്. ഇപ്പം അത്തരത്തിലുള്ള സിനിമകൾ എനിക്കൊന്ന് ഒരു സമയത്ത് ഈ റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്
കുറച്ചൊന്ന് ബാക്കിലോട്ടായിരുന്നു. ഇപ്പൊ വീണ്ടും അതിലേക്ക് എത്തി. ഇപ്പൊ ഫെമിനിച്ചി ഫാത്തിമ ആണെങ്കിലും ഇപ്പൊ തമറിന്റെ മൂവി 1001 നുണകൾ നോക്കിയാലും ആട്ടം പോലെയുള്ള സിനിമകൾ നോക്കിയാലൊക്കെ ഉണ്ട്. അപ്പൊ പലർക്കും ഇപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി നമുക്ക് വിചാരിക്കുമ്പോൾ ഇതൊരു സിനിമ ആക്കാനുള്ളതുണ്ടല്ലോ. പക്ഷെ ഇൻ കേസ് ഒന്ന് എഴുതി തുടങ്ങി കുറച്ചാകുമ്പോഴത്തേക്കിന് അത് അല്ലെങ്കിൽ ഇതിന് അതിനുള്ള ഒരു പ്രാധാന്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥയെ സിനിമയാക്കാം എന്ന് തീരുമാനിച്ച് അത് സ്ക്രിപ്റ്റാക്കി അത് പ്രൊഡക്ഷനായി അത് എക്സിക്യൂട്ട് ചെയ്യുന്നല്ലോ. അത് ഈ ചെറിയ കഥയെ സിനിമയാക്കി ചെയ്യാം എന്ന് പറയുന്ന അതിനൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് ആണല്ലോ. ഈ ഒരു സാധനത്തിന് സിനിമയാക്കാം എന്ന് തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു? അല്ല, ബേസിക്കലി ഫസ്റ്റ് എനിക്ക് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് എറണാകുളത്ത് വന്ന് നിൽക്കുന്നുണ്ട്. സിനിമ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും കണ്ട് എന്നെ വിളിക്കും, എനിക്കൊരു പ്രൊഡക്ഷൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിന്നിരുന്നത്, ഒരു ആർട്ടിസ്റ്റിനൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു സമയം എത്തിയപ്പോഴത്തേനും എൻ്റെ വീട്ടിലും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, എന്താണ് കുറേ കാലമായില്ലേ സിനിമ എറണാകുളത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എന്നാൽ കാര്യം ചെയ്യാം, നമുക്കൊരു സിനിമയെങ്കിലും ചെയ്തിട്ട് നമുക്ക് പരിപാടി നിർത്താമെന്നുള്ള ചിന്തയിലാണ് ഞാൻ. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ നേരെ എനിക്ക് മനസ്സിലായി എറണാകുളത്ത് വന്നിട്ടൊക്കെ സിനിമ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലായി. അപ്പം ഞാൻ നേരെ നാട്ടിലോട്ടാണ് പോയത്. നാട്ടിൽ പോയിട്ട് ഞാൻ ചെറിയൊരു കഥ എനിക്ക് വേണം, അതായത് ഇതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനൊന്നും ഇല്ല. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് സിനിമ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ചിന്ത. പിന്നെ എൻ്റെ ഫ്രണ്ട് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അതിന് പറ്റിയൊരു കഥ ഞാൻ അന്വേഷിച്ചിരുന്നത്. എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ട്യൂഷൻ വീട് പോലത്തെ സിനിമകൾ ചെയ്യുമ്പോഴും ഞാൻ ആ ലോ ബഡ്ജറ്റിലേക്ക് ഭയങ്കര എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വളരെ സിമ്പിളായിട്ട് ഞാൻ ആ പരിപാടിയൊക്കെ ചെയ്യാറ്. ആ സെറ്റപ്പിൽ തന്നെ സിനിമ ചെയ്തുകൂടാന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കഥകൾ തപ്പുന്നത്, ഈ ടൈറ്റിൽ കിട്ടുന്നത്. അന്ന് അത് വെച്ചിട്ട് ഒരു പരിപാടി എഴുതാവുന്ന രീതിയിൽ ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തോണ്ട് ടൈറ്റിൽ കിട്ടിയെന്ന് ആദ്യം ടൈറ്റിലാണ് കിട്ടുന്നത് ഫാത്തിമ എന്നുള്ളത്. അപ്പൊ അതൊക്കെ ടൈറ്റിലോട് ഭയങ്കര കൗതുകം തോന്നി, നമുക്കിത് പറയുന്ന ഒരു വിഷയത്തിൽ ഉണ്ടല്ലോ എന്നുള്ള. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അപ്പൊ ആ സമയത്താണ് എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടില്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടി പറയാം. വീട്ടിലിങ്ങനെ താത്താൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് കേൾക്കുന്നത് പറഞ്ഞാൽ താത്ത ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മകനെ. അപ്പം ഇതുപോലെ മകൻ ബെഡിൽ മൂത്രമൊഴിച്ച്. അപ്പോൾ ആ സമയത്ത് താത്ത പണ്ട് രണ്ട് വാക്കുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറക്കത്തിലാണ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മൂത്ത നട്ടിക്കാണ്ട് കൊണ്ടിരിക്കണ ബെഡായിരുന്നു, ഇനി അതിൻ്റെ മണം പോകില്ല എന്ന്. അപ്പോൾ അതങ്ങനെ മൈൻഡ് അങ്ങനെ അപ്പം തന്നെ നിൽ കിട്ടി. ഞാൻ അപ്പം തന്നെ ഡോക്സിൽ നോട്ട് ചെയ്തിടും. ഞാൻ ആദ്യം ഉറക്കിയിട്ട് തന്നെ ആ ഡയലോഗ് ഇഷ്ടപ്പെട്ട് ഞാൻ എഴുതിച്ച്. പിന്നെ ഞാൻ പുറത്തിറങ്ങി കാണുമ്പോൾ താത്ത ഇത് ബെഡും ചുമഞ്ഞാടെ കൊണ്ടുപോയി ഇടുന്നതും ഒക്കെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി. അപ്പോൾ എനിക്ക് ആയിട്ട് ബെഡ് എലമെൻറ്റ് കയറ്റാന്നുള്ള ഒരു ഐഡിയ വന്ന്. പിന്നെ എനിക്ക് തോന്നി ഇപ്പം നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളുണ്ട്. ഇപ്പം നമ്മളെ ഫാമിലി ആയിക്കോട്ടെ, നമ്മളെ ചുറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, ചിലർക്ക് തോന്നാറുണ്ട് എന്തൊക്കെ ഇങ്ങനെ കാണിക്കണത്, എന്ത് മണ്ടത്തരാണ്, എന്തെങ്ങനെ വിശ്വസിക്കും. അപ്പം അത്തരം കാര്യങ്ങൾ ചോദിച്ചു ചെയ്യണം ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ എൻ്റെ സിനിമയിലോട്ട് ഞാൻ ഉൾപ്പെടുത്തി. പിന്നെ ഒരു സ്ത്രീ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പം ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ ചുറ്റുപാടുന്ന് പഠിച്ചു തന്നെ കേട്ടോ. ഞാൻ പുറത്തുനിന്നല്ലാണ്ട് തന്നെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തെന്നുള്ളതാണ്. ഈ സിനിമയുടെ തുടക്കവും അതുപോലെ അവസാനം ഉണ്ടല്ലോ. തുടക്കം ഇതുപോലെ ഫാത്തിമ ഉസ്താദിന്റെ കൂടെ ഉറങ്ങുന്നു, ലാസ്റ്റ് കുട്ടികളുടെ കൂടെ ഉറങ്ങുന്നു എന്നുള്ളത്, അതും ഇതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റിങ്ങിൽ തന്നെ ആ ഒരു ഫ്രേസ് തീരുമാനിച്ച് ചെയ്തതായിരുന്നു? അതെ, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഒരു ചെറിയ കട്ടായിട്ട് എടുക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു, ഫസ്റ്റ് ഉറങ്ങുക എന്നുള്ള. അപ്പോൾ ഞാൻ ഈ ഷോർട്ട് ഉണ്ട് വെക്കുമ്പോഴാണ് നമുക്കിങ്ങനെ അന്നത് വലുതാക്കാൻ തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ ഷോർട്ട് ഇങ്ങനെ ഫസ്റ്റ് വെച്ച് ഹൈറ്റിൽ നിന്ന് വെച്ച് അപ്പോൾ വെച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവണം. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കട്ടയില്ല, റോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുണ്ട് ഫുള്ളുണ്ട് റോള്, ഒരു കുറേ നേരം റോൾ ചെയ്ത് അവരൊന്ന് ഉറങ്ങുക എന്നുള്ള സാധനം. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ക്ലൈമാക്സ് ഫാത്തിമ ഉറക്കണം എന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഗ്രാജുവലി ആ സെറ്റ് ലൊക്കേഷനിൽ നിന്ന് ഇങ്ങനെ വന്ന് പോലെ. കാരണം കുറേ ഇതിൽ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് പ്രോപ്പറായിട്ടൊന്നും സ്ക്രിപ്റ്റൊന്നും വർക്ക് ചെയ്തിട്ടില്ല. കൂടുതലും ലൊക്കേഷനിലോട്ട് വന്നിട്ട് അതിനെ അവിടുന്ന് വർക്കൗട്ട് ചെയ്ത് എടുത്താണ് സിനിമ ഉണ്ടാക്കിയത്. അതെ, ഈ ഇതിലേക്ക് വരുമ്പോൾ ആക്ടേഴ്സിന്റെ കാര്യം ഇതുപോലെ എല്ലാം ന്യൂ ഫേസസ് ആണ്. ഇപ്പം കുമാർ സുനിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇപ്പം ഷംല ആണെങ്കിലും ഇതിനു മുന്നേ 1001 നുണകൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ കാണുമ്പം ഏറെക്കുറെ എല്ലാം ന്യൂ ഫേസസ് ആണ്. അതിൽ കുട്ടികൾ നോക്കിയാലും എല്ലാം. ഈ ആക്ടിങ്ങിന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല രീതികളുണ്ട്. ഇപ്പം സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അഭിനയിക്കാം, ആക്ടേഴ്സിന്റെ ഇൻപുട്ട് കൊണ്ട് ഇംപ്രവൈസ് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട്. ന്യൂ ഫേസസിന്റെ ഇംപ്രവൈസേഷൻ എത്രത്തോളം പോസിബിൾ ആയിരിക്കും നമുക്ക് അറിയില്ലല്ലോ. ഈ പുതിയ ആക്ടേഴ്സിനെ വെച്ച് അതും ഒരു ലിമിറ്റഡ് സ്പേസിൽ ലിമിറ്റഡ് കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ ചെയ്ത് ഈ ന്യൂ ഫേസസിനെ വെച്ച് ചെയ്യുന്നത് ഈസി ആയിരുന്നു, ലൈക്ക് ഒരു പുതിയ സംവിധായകൻ കൂടെ ആയതുകൊണ്ട്? എനിക്ക് ഭയങ്കര ഈസിയുള്ള പരിപാടി, ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണത്. കാരണം ഞാൻ ഈ ട്യൂഷൻ വീട് ചെയ്ത സമയത്തൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു ഖബർ എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്ത്. അപ്പോൾ അതിലെനിക്ക് കൂടുതൽ വിമർശനങ്ങൾ വന്നത്
അഭിനയത്തിന്റെ മേഖലകളിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള. അപ്പൊ അന്ന് മനസ്സിലാക്കി എനിക്ക് ഈ അഭിനയിപ്പിക്കണം എന്നുള്ള പോയിന്റാണ്, ഒറ്റ പോയിന്റോടെ ഞാൻ ഈ വെബ് സീരീസ് ഷൂട്ട് ചെയ്ത് തന്നെ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു എട്ടോളം പുതിയ പിള്ളേരാണ് അതിൽ ഫുൾ അഭിനയിച്ചത്. അതുപോലെ അപ്പുറത്തെ ചേച്ചിമാർ, അവരൊന്നും ആർട്ടിസ്റ്റേ അല്ല. അപ്പോൾ അവരെ പിടിച്ച് അഭിനയിപ്പിക്കുന്നതിലേക്ക് ഒരു ഭയങ്കര ഒരു ആനന്ദവും ഒക്കെ കണ്ട് രസമൊക്കെ തോന്നി. അതേപോലെ തന്നെയാണ് ഫാത്തിമയിലോട്ട് വരുമ്പോഴും. ഇപ്പോൾ എൻ്റെ ട്യൂഷൻ വീട്ടിൽ അഭിനയിച്ച ഒരുപാട് പേര് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അതായത് അവിടെ ഈ സെറ്റിൽ ഈ കുട്ടികളുടെ അമ്മയൊക്കെയാണ് ഈ ചേച്ചി പറഞ്ഞ ക്യാരക്ടർ, സൂറാത്ത ക്യാരക്ടർ അവിടെ വരുന്ന കുട്ടിയുടെ അമ്മയാണ്. അപ്പൊ അതുപോലെ അവരിങ്ങനെ സ്ഥിരം വരുമ്പോൾ ഞങ്ങൾ നന്നാണ് നമുക്ക് അഭിനയിച്ച് നോക്കാതെ കൊണ്ട് അങ്ങനെ വിളിച്ചിട്ട് ഓരോരുത്തർ അഭിനയിപ്പിക്കലാണ്. അപ്പോൾ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫാത്തിമോട്ട് വരുമ്പോൾ ഞാൻ അതേ ഇതോടെ തന്നെയാണ് എടുത്തത്. പിന്നെ എനിക്ക് സ്റ്റാർട്ടിങ് മുതലേ ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു വിഷയം അഭിനയം എത്രത്തോളം അഭിനയിപ്പിക്കണം, അത് എത്രത്തോളം കൺവിൻസിങ് ആയിരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഫസ്റ്റ് മുതലേയുള്ള ചിന്ത. അപ്പം അതിന് എനിക്ക് ഓവറായിട്ട് വർക്ക് ചെയ്യാൻ വന്നിട്ടില്ല. കാരണം എനിക്ക് ഓരോ ലിമിറ്റേഷൻസ് ഒക്കെ അറിയാം. പത്രത്തിലുള്ള ആൾക്കാരെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അതിലൊരു ചെറിയ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്, ഒരു തൂക്കാത്രമായിട്ടൊരു ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. മുപ്പത്തേരൊക്കെ എൻ്റെ ട്യൂഷനിൽ അഭിനയിച്ചത്. മുപ്പത്തേരൊക്കെ അഭിനയിക്കുന്ന വേറെ ട്രിക്കാണ്. മുപ്പത്തേരക്ക് ഇന്ന് ക്യാമറ ഒന്ന് അഭിനയിക്ക്, ഡയലോഗ് കൊടുക്ക്, ഇന്ന് ഡയലോഗ്, അതൊന്നും പറ്റില്ല അവർക്ക്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ. അപ്പോൾ അതുപോലെ ഉണ്ട് ഒരു പറയും. അപ്പം അങ്ങനെ പല ആൾക്കാരും അങ്ങനെയൊക്കെയാണ് ഇതിൽ അഭിനയിച്ചത്. പക്ഷെ ഞാൻ ശരിക്കും ആ ഒരു ഇത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ ഷംലയുടെ കേസാണെങ്കിൽ ഷംലനെ നമുക്ക് ഈ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിൽ ഷംല ഉണ്ടായിരുന്നു. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഷംല നമ്മളെ മലപ്പുറം ഏകദേശം ഞങ്ങളെ ഏരിയയാണ്. അപ്പോൾ ഞങ്ങളെ കൾച്ചറും ഇതൊക്കെ അവൾക്ക് അറിയാൻ പറ്റും. നല്ല ആർട്ടിസ്റ്റ് ആണെന്നുള്ള ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ ഷംലനെ നമുക്ക് അവളെ തന്നെ വിളിച്ചപ്പോൾ ഒക്കെ അടിച്ച സമയത്ത് അവൾ പ്രസവ കയറ്റിയിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഉസ്താദിൻ്റെ ക്യാരക്ടർ നോക്കാണ്ട്. അപ്പോൾ കുറേ പേരെ നമ്മൾ പോയി കണ്ട് സംസാരിച്ച്, പക്ഷെ ഒന്നും വർക്കാവണില്ല അങ്ങനെ. അപ്പോൾ അവസാനം കുമാരേട്ടൻ്റെയിലെത്തി. കുമാരേട്ടനിലെത്തിയത് എവിടെയോ കണ്ടപ്പോൾ ഇപ്പോഴുള്ള ഒരു പടമുണ്ട്, ജിയോ ബിബി സാറിൻ്റെ ഒരു പടം, ശ്രീധന്യ കാറ്ററി. ആ സിനിമയിൽ ഞാൻ സമയത്ത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ചിരിച്ചതാണ്. മുപ്പയുടെ പെർഫോമൻസ് ചെയ്ത് ആരാണെന്ന് കണ്ട് പിന്നെ അതിശയമായിട്ട് പുള്ളിനെ കണ്ടപ്പോൾ അങ്ങനെ പുള്ളിനെ കാസ്റ്റ് ചെയ്തു. ഇപ്പൊ ഈ ലിമിറ്റഡ് സ്പേസിലും കൂടെ ആണല്ലോ ഷൂട്ട് ചെയ്തത്. എനിക്ക് ഒരു ഷോട്ട് ഉണ്ട്, അതിൽ ആ ബെഡ് പുറത്തിട്ട് കഴിഞ്ഞിട്ട് അതിലൊരു പട്ടി വന്ന് യൂറിനേറ്റ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു ചെയ്തൊക്കെ എടുത്തത്? അത് ഭയങ്കര രസകരമായിരുന്നു എടുത്തത്. എന്ന് വെച്ചാൽ ഷൂട്ട് ഏകദേശം കഴിയാറായി, ഈ ഷോട്ട് മാത്രം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യാൻ, ഞാനാണെങ്കിൽ സ്ഥിരം രാവിലെ പോയിട്ട് നേരെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് കടലാണ്. അപ്പോൾ പോയിട്ട് ഒരു ചായ കുടിക്കൽ സ്ഥിരം പരിപാടിയാണ്, കടൽ നോക്കിയിട്ട് കുറച്ച് നേരം. അപ്പം അന്ന് ചാടിക്കുന്ന സമയത്ത് ഒരു കൂട്ടം നായ്ക്കൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, എടാ ഒരു ബിസ്ക്കറ്റ് ആയിട്ട് വരുമെന്ന് വെച്ച്. അങ്ങനെ ആ രണ്ട് ബിസ്ക്കറ്റ് ആയിട്ട് വന്ന്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് കുറച്ച് നേരം അവിടെ തന്നെ ഒരു എറിഞ്ഞു കൊടുത്തപ്പോൾ അവരത് കഴിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവൻ പറയും വീണ്ടും അടുത്ത പാക്കറ്റ് മേടിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ വീണ്ടും പോയി വാങ്ങിക്കൊടുത്തു. അത് ഇട്ടുകൊടുത്തപ്പോൾ കഴിച്ച്. അപ്പോൾ കുറഞ്ഞ് കഴിച്ച് പിന്നെ രണ്ടു നടക്കാണ്ട് പോയി. ഒരു നായ മാത്രം അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ചേച്ചി അവനോട് വീണ്ടും പറഞ്ഞു, എടാ എടുത്ത് വീണ്ടും പാക്കറ്റ്. അപ്പോൾ ഇങ്ങനെ ഇത് പോയിട്ട് തന്നെ പിന്നെ ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉണ്ട് ഈ വീട്ടിലോട്ട് കടലിൽ നിന്ന്. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ടുകൊടുത്ത് അപ്പത്തിന് ബിസ്ക്കറ്റ് കഴിഞ്ഞ്, കടയത്തെ ബിസ്ക്കറ്റ് കഴിഞ്ഞ്, പിന്നെ റസ്കാക്കി അങ്ങനെ അപ്പുറത്തെ കടയ്ക്ക് പറഞ്ഞയച്ച്. ഇവിടുത്തെ ഒരു 3-4 പാക്കറ്റ് ചിലവായി. അപ്പോൾ ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ മുന്നിൽ കൊടുന്ന് വീട്ടിൽ കൊടുന്ന്. അപ്പോൾ എല്ലാവരും വരും, മാറ് എല്ലാവരും ബാക്കിൽ പിന്നെ പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരും ആൾക്കാരെ മാറ്റണ്. ഞാൻ അങ്ങനെ കൊടുത്ത് ക്യാമറ സെറ്റാക്കി അപ്പം ക്യാമറ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഫ്രണ്ട്സ്. അവിടെ വന്ന് നായപ്പോൾ ബെഡിൽ അവിടെ കിട്ടുകൊടുത്ത് നമുക്ക് വേണ്ട എല്ലാ ഷോട്ടുകളും എടുത്ത് അപ്പം തന്നെ വൈഡും മറ്റു എല്ലാ ഷോട്ടുകളും. സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സാധനം? സ്ക്രിപ്റ്റിലുണ്ട്, പക്ഷെ ആ ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല, കാരണം നായ വേണം. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ഫുൾഫിൽ ആവാന്നുള്ളത് കൂടി പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനെ നായനോട് കൊടുന്ന് അങ്ങനെ എല്ലാ ഷോട്ടുകളും എടുത്ത് ഒരു പ്ലക്കാർഡ് വെക്കുന്ന ഷോട്ടടക്കം ഞങ്ങൾ എടുത്ത് എന്നിട്ട് അതിന് പോയി. പിറ്റേ ദിവസം രാവിലെ അത് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഇപ്പം ഇതിന്റെ എഡിറ്റിങ്ങും കൂടെ ആണല്ലോ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അപ്പം ഈ പലപ്പോഴും പറയാറുണ്ട്, ഈ സിനിമ ഇപ്പം മറ്റൊരു എഡിറ്ററാണ് ചെയ്യുന്നതെങ്കിൽ ഡയറക്ടേഴ്സ് മിക്കപ്പോഴും ഫസ്റ്റ് കട്ടിനായിട്ട് ഇരിക്കില്ല, കാരണം നമ്മുടെ ജഡ്ജ്മെന്റ് മാറുമെന്നുള്ള, നമുക്കത് ജഡ്ജ്മെന്റ് കിട്ടില്ല എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഇത് റൈറ്റിങ്, ഡയറക്ഷൻ, എഡിറ്റിങ് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്തപ്പം എങ്ങനെയായിരുന്നു? ജഡ്ജ്മെന്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്? അല്ല, എനിക്കത് ഇഷ്ടമുള്ള പരിപാടിയായിട്ട് ഞാൻ ഇതിനൊരു എഡിറ്റിങ് വേറൊരു പരിപാടിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ എടുക്കുന്ന വിഷ്വല് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യണ തന്നെ.
ഇപ്പം എൻ്റെ മനസ്സിൽ എഡിറ്റിംഗ് കണ്ട് പിന്നെ ഇത് തന്നെ പരിപാടി ഇത്ര മതി. അപ്പോൾ എനിക്ക് ഞാനന്ന് ലൊക്കേഷനിൽ ഞാൻ എന്നും രാത്രി പോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പോൾ ആ എഡിറ്റ് തന്നെയാണ് എൻ്റെ ഫയൽ കട്ടും. അതിൻ്റെ മേലെ ഞാനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തം ഇരുന്നിട്ടൊന്ന് കട്ട് ചെയ്തതിൻ്റെ അപ്പുറത്ത് എനിക്ക് വേറെ എഡിറ്റിംഗ് പരിപാടി ഇല്ലേല്. അപ്പോൾ അന്നത്തെ സാധനം അന്നത്തെ എഡിറ്റ് ചെയ്ത് അത് എഡിറ്റിംഗ് കട്ടാക്കിയിട്ട് വിടും എന്നുള്ളത്. എനിക്കത് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് വേറൊരാളെ സിനിമ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ സംശയമാണ്. പക്ഷെ എനിക്ക് എൻ്റെ സിനിമകൾ എനിക്ക് എഡിറ്റ് ചെയ്യാനാണ് അത് എൻ്റെ നിൽക്കുന്ന ഒരു പരിപാടി ആയിരിക്കണം എന്ന് തോന്നുന്നു. അപ്പം ഈ സ്വന്തം സിനിമ വേറൊരാൾ എഡിറ്റ് ചെയ്താലോ? എനിക്കറിയില്ല. ചിലപ്പോൾ വലിയൊരു പടമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പക്ഷെ ഫാത്തിമ പോലത്തെ ഒരു പടം ചെയ്യാൻ ഏറ്റവും നല്ല എഡിറ്റർ ഞാൻ തന്നെ തോന്നുന്നു. ഓക്കെ. ഇപ്പം ഈ നേരത്തെ ഞാൻ ചോദിച്ചില്ലേ ഇപ്പം ഈ ചെറിയ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ സിനിമയാക്കുന്നതിനെ പറ്റി. അപ്പം അവിടെയും ഈ പറഞ്ഞ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് അത് സിനിമയാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാകുമോ എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് കിട്ടണമല്ലോ. ഇപ്പൊ ട്യൂഷൻ വീടാണെങ്കിലും ഇത് നോക്കിയാലൊക്കെ ഈ പറയുന്ന ഈ നാരോ ലൈനിൽ പോകുന്ന കഥകളായതുകൊണ്ട് അതിന്റെ ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയാണ് സ്വയം വില? എനിക്ക് സീനുകളോട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ലൈന് കിട്ടിയ പോലും അതിനോട് ചേർത്തൊക്കെ ഒരു സീനുകൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. അല്ലെങ്കിൽ അത് എഴുതാൻ പറ്റുമെന്ന് തോന്നും. ഇപ്പോൾ ബെഡിന്റെ ഈ ഫാത്തിമയുടെ കഥ ഉണ്ടാകുമ്പോൾ അതിലോട്ട് വരുന്ന സബ് സീനുകൾ ക്യാരക്ടേഴ്സൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് അതിൽ കയറ്റാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ഇത് സിനിമ എന്ന രീതിയിലോട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ചിന്ത വരുന്നത്. അപ്പം അങ്ങനെയാണത് കൂടുതലും. പിന്നെ എപ്പോഴും ഈ ചെറിയ കണ്ടന്റ് വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവും. ഞാൻ പുറത്തെ പടങ്ങളൊക്കെ ചിലപ്പോൾ കാണാറുള്ള സമയത്തൊക്കെ നമുക്ക് ഭയങ്കര കൗതുകത്തോടെ കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അതൊരു നമുക്ക് തോന്നുന്നുണ്ട് വർക്കൗട്ട് ആവുന്നുള്ളത്. അതാണ്. ഇപ്പം ഈ ചെയ്ത സിനിമ ഈ ഒരു ജോണർ ആയതുകൊണ്ട് ഫോളോ ചെയ്യുന്ന സിനിമകൾ എങ്ങനത്തെയാണ്? ഇപ്പം ഇന്റർനാഷണൽ മൂവീസ് ആയിരിക്കുമോ? എങ്ങനത്തെ സിനിമകൾ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രീനിവാസ് സാറിൻ്റെ പടങ്ങൾ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. സത്യവതിക്കാട് ശ്രീനിവാസ് സാറിൻ്റെ പടങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമകളാണ്. പിന്നെ അതുപോലെ തന്നെ മറാഠി പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇറാൻ പടങ്ങളൊക്കെ വളരെ ഇപ്പം അടുത്താണ് ഞാൻ ഇറാൻ പടങ്ങളൊക്കെ കുറച്ച് കണ്ടു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ കണ്ട ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. ചെറിയ കഥകൾ പറയുന്ന സിനിമകൾ, അങ്ങനെ ജീവിതം പറയുന്ന സിനിമകൾക്ക് ഈ കില എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ട്, മറാഠി പടം. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അങ്ങനത്തെ ചെറിയ ചെറിയ സിനിമകൾ കാണാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ വലിയ ലാർജ് സ്കെയിൽ സിനിമകൾ ഇനി ഭാവിയിൽ ചെയ്തേക്കാൻ സാധ്യതയുണ്ടോ? ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ. ഈ തമറിന്റെ കൂടെ ഇതുപോലെ 1001 കൂടെ ഉണ്ടായിരുന്നാണല്ലോ. അപ്പം തമറാണ് ഇതിന്റെ പ്രൊഡക്ഷനിലും ഉള്ളത്. അപ്പൊ തമറായിട്ടുള്ള ഒരു ബോണ്ടിങ് എവിടെ നിന്നായിരുന്നു തുടങ്ങിയതൊക്കെ? ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ നാട്ടുകാരാണ്. പക്ഷെ ഞങ്ങൾ കാണുന്നത് 1001 സെറ്റിലാണ്. സലീം സാറ ക്രൂ ആയിട്ട് പോയതാണ്, ഞാൻ സ്പോട്ട് അടിച്ചാറായിട്ട്. അവിടുന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ അങ്ങനെ കണക്ഷനിലാണ്. ഞങ്ങൾ അങ്ങോട്ടും കഥ പറിച്ചില്ല. ഞാൻ ഇങ്ങനെ കഥ ഉണ്ട്, ഇങ്ങനെ ഐഡിയ ഇട്ടുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് പറയാം ഇങ്ങനെ സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഭയങ്കര ഡിസ്കഷൻ പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനിടയിൽ മുന്നേ വേറൊരു സിനിമ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അവിടുന്ന് വന്നിട്ടാണ് പിന്നെ ഫാത്തിമ ചെയ്യാമെന്നൊരു തോട്ട് വരുന്നത്. അപ്പോൾ ഫാത്തിമയുടെ ആദ്യത്തെ ചർച്ചകളിൽ താമറുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ബേസിക്കലി ഞാൻ തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനിൽ വന്ന് ഞാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ സുധീഷ് കറിയ എന്നുള്ള ഫ്രണ്ട് സുധീഷ് കറിയ വന്ന്, അപ്പോൾ താമർ പിന്നെ താമറും ഫാസിലും നമ്മളുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ വന്ന് ചേർന്നതാണ്. അങ്ങനെ നമ്മളിങ്ങനെ പ്ലേസ്ഫുള്ളായിട്ട് ഇങ്ങനെ വന്നതല്ല, സംഭവിച്ചു പോയി, അതിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിന് ശേഷവും നമ്മൾ ഒരുപാട് കഥകളും ഒക്കെ നമ്മൾ എന്തുണ്ടായാലും ആദ്യം ഐഡിയ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മുക്കളായിട്ട് മുക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിരന്തരം സിനിമകൾ സംസാരിക്കാൻ പറ്റുന്നൊരു ഫ്രണ്ടാണ് താമർ. ഓക്കെ. ഇതിന്റെ അവാർഡ്സിന് ശേഷം മമ്മൂക്ക വിളിച്ചിരുന്നു എന്നുള്ളത് ഇങ്ങനെ കേട്ടിരുന്നു. അപ്പൊ മമ്മൂക്ക കഥ കേൾക്കാം എന്ന് പറഞ്ഞു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു മമ്മൂക്ക കഥ കേൾക്കാം എന്ന് പറഞ്ഞ മൊമെന്റ് എങ്ങനെയായിരുന്നു? എനിക്ക് അത് ഭയങ്കര രസമുള്ള പരിപാടി. അതിൽ IFFK കഴിഞ്ഞ സമയത്ത് തന്നെ എന്നോട് എല്ലാവരും ചോദിച്ചു മമ്മൂക്ക വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടില്ല പറഞ്ഞു. അപ്പോൾ എന്നോട് സലീം സാറാണ് പറഞ്ഞത് നമുക്കൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ച് അപ്പോൾ നമുക്ക് റിപ്ലൈ തന്നു, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര ഹൈ ആയി, സന്തോഷമായി. പിന്നെ എനിക്ക് മമ്മൂക്കാൻ്റെ റീപ്ലൈ കിട്ടാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഹൈ. അപ്പോൾ ഈ റീപ്ലൈ കിട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു ഹായ് മെസ്സേജ് റീപ്ലൈ ഇട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ അവാർഡ് ഇട്ടുമ്പോഴും നമുക്ക് ഇന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഞാൻ ഓരോ അവാർഡുകൾ കിട്ടുമ്പോഴും നമുക്കൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. റീപ്ലൈ ഇട്ടാൻ വേണ്ടിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് പിന്നെ അവിടെ അവാർഡ് അനൗൺസ് ചെയ്ത്. അപ്പോൾ അനൗൺസ് ചെയ്ത് ഞാൻ വാങ്ങി കഴിഞ്ഞിട്ട് നേരെ തിരിച്ചോണ്ട് നേരെ മൊബൈൽ എടുത്ത് നമുക്ക് അവാർഡ് കിട്ടി. അപ്പോൾ തന്നെ കൺഗ്രാറ്റ്സ്. അപ്പോൾ അതായിരുന്നു ഉണ്ടായി. അപ്പോൾ ഇതിങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയ സമയത്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കനെ കാണാൻ പറ്റി, നമുക്ക് വീട്ടിൽ പോയി നമുക്കനെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി കുറേ നേരം.
ഭയങ്കര സന്തോഷമാണ്. കഥ പറയാൻ ഉടനെ ഉണ്ടാവുമോ മമ്മൂക്കായിട്ടൊരു കഥ പറച്ചിൽ? അതറിയില്ല, ഭയങ്കര നമുക്കങ്ങനെ കാണാൻ പറ്റിയ സന്തോഷം എന്നുള്ള. പിന്നെ ആ സമയത്ത് തന്നെ സ്റ്റേറ്റ് അവാർഡ് ഞാൻ പറയാറുണ്ട്. എനിക്കന്ന് 2 അവാർഡാണ് കിട്ടിയത്. ഒന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, പിന്നെ ഒന്ന് നമുക്കന്നെ പോലത്തെ ഒരാളെ സിനിമേനെ പറ്റിയതൊരു അഭിപ്രായം പറഞ്ഞ് അതിലൊരു ഡയലോഗ് എടുത്ത് പറഞ്ഞ്, അതും ഭയങ്കര ഒരു അവാർഡായിട്ട് തന്നെ കാണുക. സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സിനിമ ഇപ്പം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു മുസ്ലിം ഒരു ഫാമിലിയിലാണെങ്കിലും അത് നമുക്ക് പല രീതിയിൽ അത് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. പക്ഷെ ഈ പറയുന്ന ഈ ഒരു ഇസ്ലാമോഫോബിക് എന്ന് പറയുന്ന സാധനത്തിന് അതിലോട്ട് അധികം ചെല്ലാതെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ വരാതെ തന്നെ ചെയ്യണം. ബട്ട് സ്റ്റിൽ എനിക്കൊന്ന് ഷംലയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്ത് ഇതുപോലെ കുറച്ച് ഈ കോമൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിമർശനം വരാത്ത രീതിയിൽ ഈ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒരു ചാലഞ്ചായിട്ട് ഫീൽ ചെയ്യും? ഇല്ല, എനിക്കങ്ങനത്തെ ചിന്തയില്ല. എനിക്ക് സിനിമ ചെയ്യാന്നുള്ള ഐഡിയ മാത്രം. പിന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾ പണ്ട് മുതലേ മൈൻഡ് ആക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ധൈര്യം തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാത്തിമ പോലത്തെ ഒരു സിനിമ പൊന്നാനിയിൽ വെച്ചിട്ട് ഒരുപാട് ഫാത്തിമാരുടെ നിന്ന് ഷൂട്ട് ചെയ്യണത്. ഇപ്പോൾ ഇതുപോലെ ഫാത്തിമ അഭിനയിക്കുമ്പോൾ തന്നെ അപ്പുറത്തുള്ള ആൾക്കാർ ഇത് അവരാന്നുള്ള ചിന്താഗതി ഉണ്ട്. അപ്പോൾ ചില സീനുകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കി ഇവരെ മുഖത്തോട്ടാണ്, അപ്പോൾ ഇവരെ റിയാക്ഷൻ എന്താണെന്നുള്ള. അപ്പോൾ ഒരു മൊയിലിയറെ സീനൊക്കെ ഉണ്ട്, ഒരു മാല. അപ്പോൾ അതൊക്കെ ഞാൻ അതിലൊക്കെ അഭിനയിച്ചത് അവിടെ താത്തമാരാ. അപ്പോൾ ഞാൻ ആ സീനിലൊക്കെ ഇവർ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്ന് ഞാൻ ആലോചിച്ചേന്, ഇവർക്ക് ഇഷ്ടപ്പെടാണ്ടാവോ അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ ഇവരൊക്കെ അതിനെ നമ്മളിതുപോലെ നമ്മളെ പൈസ പോലെ പോയിട്ടില്ലേ, നമ്മളെങ്ങനെ പോയില്ല. അപ്പോൾ അതൊക്കെ അവർക്കൊരു തിരിച്ചറിവായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ഞാൻ ആലോചിച്ചത് വേറെ രീതിയിലോട്ടല്ല ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് ഒരു തിരിച്ചറിവായിട്ട് ഇതിനെ എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഇസ്ലാമോഫോബിക് എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഇപ്പം നമ്മൾ സിസ്റ്റത്തിൽ നിന്നിട്ട് ആ സിസ്റ്റത്തിനെ എതിരെ പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം സിനിമ തിയേറ്ററിലെത്തി കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോസും കമൻസൊക്കെ വന്നിരുന്നു. IFFK തൊട്ടായിട്ടുണ്ട്. ആദ്യം ടൈറ്റിൽ ഇട്ട പേരിൽ തന്നെ ഒരുപാട് പേര് ചീത്തവിളിയും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം അധികം ഒരു സിനിമ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തിയേറ്ററിൽ റിലീസായതിന് ശേഷം കുറച്ച് ആൾക്കാർ പോയി കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ OTT റിലീസായി. ആ സമയത്ത് തന്നെയാണ് നമുക്ക് സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യുന്നത്. അപ്പം അതിന് പ്രശ്നം തട്ടട്ട സ്ത്രീക്ക് അവാർഡ് കിട്ടി. നമ്മൾ സിനിമ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഉണ്ട്, തട്ടട്ട സ്ത്രീ എന്നുള്ളത്. അതിനാണ് ശരിക്കും അവിടെ നമ്മളെ സിനിമയിലൂടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളത് അവരുടെ വളർച്ച. അപ്പോൾ ഇത് കൊള്ളാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ച ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും സന്തോഷം തരുന്നത്, ഇപ്പം നമ്മളൊരു പോസ്റ്റോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോഴൊക്കെ തന്നെ ഇതിനടിയിൽ വന്നിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കുറ്റം പറച്ചിലും ചീത്ത പറച്ചിലും ഒക്കെ പറയും. പക്ഷെ ഈ പറയുന്ന ആൾക്കാരെ തിരുത്തുന്നത് സാധാരണക്കാരായ സ്ത്രീകളാണ്, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളാണ്. നിങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇവിടുന്ന് വരുന്ന രീതിയിൽ അങ്ങനെ ഈ കമൻസിനൊക്കെ റീപ്ലൈ കൊടുക്കും. അത് എനിക്ക് റീപ്ലൈ കൊടുക്കേണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല ഒരാൾക്ക്. അത് സാധാരണക്കാരും ഇതുപോലുള്ള സ്ത്രീകൾ തന്നെ റീപ്ലൈ കൊടുത്ത് അതിനാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഈ സിനിമ എവിടെയാണ് പ്ലേസ് ആവേണ്ടത്, എത്ര എപ്പിസോഡ് എത്തേണ്ടത് എന്നുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തി എന്നുള്ളത്. അതെ. ഇപ്പം ഈ കുറേ ചർച്ചകൾ വരാറുള്ളതാണ് മെൻ റിട്ടേൺ ബൈ വിമൺ, വിമൺ റിട്ടേൺ ബൈ മെൻ എന്നുള്ള സാധനങ്ങൾ. ഇപ്പം ഫാസിലിപ്പം ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുമ്പം ആ ഒരു പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കുക എന്ന് പറയുന്നതുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക്, ഞങ്ങൾക്ക് ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ആ ഒരു സൈഡ് മനസ്സിലാകും. ഒരാണിന് ആ ഒരു സൈഡ് മനസ്സിലാക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായേക്കാം. പക്ഷെ ആ ലിമിറ്റേഷൻ അപ്പുറത്താണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ് അത്രയും? അല്ല, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ ഏത് കമന്റ് വെച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമന്റാ ഞാൻ ഇങ്ങനെ ഇത് ചോദ്യം. അപ്പോൾ ഞാൻ മനസ്സിലായി, അപ്പോൾ എപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്താ എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, എൻ്റെ വല്യമ്മ, എൻ്റെ താത്ത, ഞാൻ ഇവരുടെ ഇടയിൽ നിന്നിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരെ നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തോട്ട് അങ്ങനെ ഒരു ഇതൊക്കെ വരാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അത് ഓപ്പോസിറ്റ് ജെൻഡറിന്റെ ഒരു പെർസ്പെക്റ്റീവ് ചെയ്യാൻ എളുപ്പമാണോ അതോ ഡിഫിക്കൽട്ട് ആണോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. നല്ല സിനിമ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വേർതിരിച്ച് കാണുന്നില്ല. അങ്ങനെ ഒരു ചിന്ത ഇല്ല ശരിക്കും. ഇപ്പം എല്ലാവരും നോക്കുന്ന ഒരു എലമെന്റ് കൂടെയാണ് ഈ തിയേറ്റർ കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഫെസ്റ്റിവലിന് പോയി പലർക്കും ഒരു ചിന്തയുണ്ട്, IFFK അല്ലെ ഫെസ്റ്റിവൽസിന് പോകുന്ന സിനിമകൾ ഒരു ഫെസ്റ്റിവൽ മൂവി, ഒരു അവാർഡ് മൂവി, ഒരു സ്ലോ പേസ് മൂവി ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പലരുടെയും ഇപ്പോൾ പല സംവിധായകരുടെ ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സിൻ്റെ ആണെങ്കിലും ഒരു ആഗ്രഹമാണ് തിയേറ്റർ കളക്ഷൻ നേടുക എന്നുള്ളത്. അപ്പം ഫെമിനിച്ചി ഫാത്തിമ ഇപ്പം ഞാനും IFFKയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ തിയേറ്റർ റിലീസ് വന്നപ്പോഴാണ് ഞാനും കാണുന്നത്. അപ്പം അന്ന് കണ്ടു കഴിഞ്ഞിട്ട് പറ്റുന്ന സർക്കിളിൽ നമ്മളിങ്ങനെ പറഞ്ഞു ഇത് കാണുക എന്നുള്ളത്. അപ്പം പക്ഷെ എന്നാലും വിചാരിച്ച പോലെ ഒരു കളക്ഷനിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ആഗ്രഹിച്ചിരുന്നു ഒരു സംവിധായകൻ. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. കാരണം എന്നോട്
ഈ പല ആൾക്കാരും പറയാറുണ്ട് ഇത് തിയേറ്ററിൽ വർക്കാവുന്ന സിനിമയാണ്, അത് തിയേറ്ററിൽ മസ്റ്റ് റിലീസാണ്, തന്നെ സാധാ സിനിമ അല്ല, അത് ഇത് കൊമേഴ്ഷ്യലി വർക്കാവുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് വൈഫറിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു അവർ ചെയ്യാൻ, നമുക്ക് ചെയ്യാം. പക്ഷെ എന്താണെന്നറിയില്ല, ആ സമയത്ത് ഞാൻ ആലോചിച്ചത് ഇതിന് അവാർഡ് സിനിമ എന്നുള്ള പേരുള്ളത് കൊണ്ടാണോ ആളുകൾ തിയേറ്ററിലോട്ട് എത്താമെന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചോളം അന്ന് തിയേറ്ററിൽ വന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകാൻ പറ്റി. എന്നോട് പല ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു കൊമേഴ്ഷ്യൽ സിനിമ കൊടുക്കുന്ന അതേ ഒരു ഫണ്ണും പരിപാടിയൊക്കെ ആ സിനിമ കൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എന്നൊരു തിയേറ്റർ അനുഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, തിയേറ്ററിൽ ഇങ്ങനെ പടം കാണാൻ പോയി, ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പയ്യൻ ഒരു അവസാന ക്ലൈമാക്സ് എത്തുമ്പോൾ ഞാൻ കുറച്ച് നേരം മാറി നിൽക്കുക. അപ്പോൾ ഈ ഉസ്താദ് സ്വിച്ച് എന്ന സീൻ കണ്ടിട്ട് ഒരു പയ്യൻ അങ്ങനെ എണീറ്റിട്ട് കൈയടിച്ച്. അപ്പം അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റി. അത് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട്. ഈ സ്വിച്ച് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു സീനായിരുന്നു. തുടക്കത്തിൽ ഫാത്തിമേനെ വിളിച്ചു വരുത്തിട്ട് സ്വിച്ച് ഇടാൻ പറയുന്ന ഒരു സീനൊക്കെ, അത് എല്ലാ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീനും കൂടെ ആയിരുന്നു അത്. ഇപ്പം ആദ്യത്തെ സിനിമ ഇപ്പം അവാർഡൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട്. അടുത്ത സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡിലോട്ട് വരുമ്പോൾ അത് ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ല, പ്രൊഡക്ഷൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ് പോയിന്റ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല സിനിമകൾ ചെയ്യാന്നുള്ള ഒറ്റ ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം പല സംവിധായകരും ഉണ്ടല്ലോ, ആദ്യത്തെ സിനിമ ഇപ്പോൾ ഇതുപോലെ ഒരു റെക്കഗ്നേഷൻ കിട്ടിയാൽ അടുത്തൊരു ഒരു ഒരു ഹൈ ബഡ്ജറ്റിലോട്ട് പോകുമല്ലോ. അപ്പോൾ ഫാസ്റ്റിൽ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്? ഇപ്പം ചിന്തിക്കണില്ല, ചെറിയ സിനിമകൾ ചെയ്യാന്നുള്ള. ഇപ്പം ഈ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ കൊച്ചിയിൽ സിനിമയ്ക്കായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ സിനിമ സിനിമയാണ് എൻ്റെ ഏരിയ, അല്ലെങ്കിൽ ഞാൻ എത്തിപ്പെടേണ്ടത് ഇവിടെയാണെന്ന് തോന്നിയ ഒരു നിമിഷം ഏതായിരുന്നു? എപ്പോഴാണ് തീരുമാനിച്ചത് എനിക്ക് സിനിമ മതി എന്നുള്ളത്? ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യണത്. ഏതിലാ? 9ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പം അന്നൊന്നും അങ്ങനെ സിനിമ എന്നുള്ളതല്ല, അങ്ങനെ പാരലി ഇങ്ങനെ ചെയ്തു പോകാന്നുള്ളതാണ്. പിന്നെ ഞാൻ ക്രൈസ്റ്റിൽ പഠിക്കുന്ന സമയത്താണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്. അപ്പം അതിന് ശേഷമാണ് എനിക്ക് സിനിമ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം വന്നത്. എന്താണ് അതിൻ്റെ പോയിന്റ് എന്നൊന്നും എനിക്ക് അറിയില്ല. അന്ന് തൊട്ട് സിനിമ എന്നുള്ളതിന് തീരുമാനിച്ച് അങ്ങനെ വന്നു. എഡിറ്റിംഗ് അപ്പം അതിന്റെ കൂടെ വന്നതാണ്? അല്ല, ആദ്യം ഞാൻ ഡയറക്ഷൻ പരിപാടി ചെയ്ത്. ആദ്യം ഡയറക്ഷൻ പരിപാടിക്ക് ചെയ്ത് പിന്നെ ഞാൻ കൊച്ചിയിലോട്ട് വന്ന്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പം അന്ന് ഞാൻ സ്ക്രിപ്റ്റൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഫുൾ സ്ക്രിപ്റ്റ്. അപ്പോൾ അതൊക്കെ സിനിമ ആക്കണം എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് കൊച്ചിയിൽ വരുന്നത്. പിന്നെ അന്ന് മനസ്സിലായത് എളുപ്പമുള്ള പരിപാടിയില്ലാന്ന്. അപ്പോൾ ഞാൻ ഇപ്പം എങ്ങനെയൊരു സിനിമയിൽ വർക്ക് ചെയ്യണമല്ലോ, അപ്പോൾ ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനുള്ള ശ്രമങ്ങൾ നോക്കി. അപ്പോൾ അതൊന്നും അത് ക്ലച്ച് പിടിക്കണില്ല. അന്ന് ചേച്ചി എന്നാൽ എഡിറ്റിങ് പഠിക്കാം എന്നുണ്ട്. പിന്നെ എഡിറ്റിംഗ് അങ്ങനെ പഠിച്ചു. അപ്പോൾ തന്നെ സ്പോട്ട് എഡിറ്ററായിട്ട്, സ്പോട്ട് അസിസ്റ്റൻ്റായിട്ട് പടത്തിൽ അവസരം കിട്ടി. പിന്നെ അവിടുന്ന് അങ്ങനെ സ്പോട്ട് എഡിറ്റ് വർക്കുകൾ കിട്ടി. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ സിനിമയിൽ ഉള്ളിൽ നിൽക്കാൻ പറ്റി, ആളുകളായിട്ട് ബന്ധപ്പെടാൻ പറ്റി, കണക്ഷൻ കിട്ടി. അപ്പം അങ്ങനെ ഒരു ഈ ഡയറക്ഷനിലപ്പം അസിസ്റ്റ് ചെയ്യാതെ ഡയറക്ടർ സിനിമ ചെയ്തത് അത് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് നമുക്കൊരു ഇതുണ്ടായിരുന്നു, നമ്മളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതാണല്ലോ എപ്പോഴും. അത് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ മുന്നേ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓക്കെ. ഇപ്പം ഈ നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ലൈക്ക് അംഗീകരിക്കപ്പെടേണ്ട പല സിനിമകളും ലിസ്റ്റിലില്ല. പക്ഷെ കിട്ടിയ കുറേ അവാർഡ്സിനെ ചോദ്യം ചെയ്യപ്പെട്ടു. നമ്മളടങ്ങുന്ന ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നുണ്ട് പല കാറ്റഗറിയിലും. ഇപ്പം ഫെമിനിസ്റ്റ് ഫാത്തിമ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് മലയാളം മൂവിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിനെയും ഈ പറഞ്ഞ പോലെ കുറച്ച് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോട് എന്താ പറയുക, ഇപ്പോൾ ഇത് ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ കേസ് പറയുന്നുണ്ട്. ഫാത്തിമ പെട്ടെന്ന് വന്നിട്ട് ദേശീയ അവാർഡ് കിട്ടിയൊരു സിനിമയല്ല. ഇതിപ്പോൾ IFFKയിൽ വന്ന് IFFKയിൽ നിന്ന് സ്ക്രീൻ ചെയ്ത് അവിടെ നിന്ന് 5 അവാർഡാണ് ഫാത്തിമക്ക് അത് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവൽ, അവിടെ ഏഷ്യൻ കോമ്പറ്റീഷനിലാണ് സെലക്ഷൻ കിട്ടിയത്. അവിടെ നിന്ന് മെൻഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 10ഓളം ഫെസ്റ്റിവലുകൾ കളിച്ച്. പിന്നെ പത്മരാജൻ പുരസ്കാരം കിട്ടി ഡയറക്ടർക്കും റൈറ്റർക്കും. പിന്നെ അവിടെ നിന്ന് കണ്ട് ക്രിട്ടിക്സ് അവാർഡ് ബെസ്റ്റ് പടത്തിനും 2ാമത്തെ നടിക്കും കിട്ടി. പിന്നെ അവിടെ നിന്ന് കുറച്ച് അവാർഡുകൾ, ഈ ചെറിയ അവാർഡുകളൊക്കെ കിട്ടി. പിന്നെ സ്റ്റേറ്റ് അവാർഡിൽ 3 അവാർഡ് കിട്ടി. മികച്ച 2ാമത്തെ സിനിമ, മികച്ച പുതുമുഖ സംവിധായകൻ, മികച്ച നായിക. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫാത്തിമക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. ഇത്തരം ചർച്ചകളൊക്കെ കാണുമ്പോൾ വിഷമല്ലാതെ എന്താ അങ്ങനെ പറയണമെന്ന് തോന്നാറുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഫാത്തിമ പോലത്തെ ഒരു സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്താൽ വളരെ രീതിയിൽ ചെയ്തൊന്ന് പുതുമുഖം ചെയ്ത സിനിമയാണ്. അതിന് ഇത്ര കിട്ടുമ്പോൾ നമ്മളത്
സന്തോഷിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ അവാർഡ് കാറ്റഗറി എപ്പോഴും പലരും പറയുന്നത് ഈ ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും നോക്കാറുണ്ടല്ലോ. ഇപ്പം ഒരുപാട് ബഡ്ജറ്റ് കൂടിയ സിനിമകൾ, കുറഞ്ഞ സിനിമകൾ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും സിനിമയുടെ ക്വാളിറ്റിയിൽ തന്നെയാണ്. അത്തരം ചർച്ചകളാണ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അത് എന്തെങ്ങനെ പറയണമെന്ന് തോന്നുന്നത്. അപ്പോൾ അത്തരം ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് നേരത്തെ പറയാനുള്ള ആൻസർ ഞാൻ പറഞ്ഞു. ഇപ്പം സിനിമ സംബന്ധിച്ച് ലൈക്ക് ഫാസിൽ എങ്ങനെയാണ് നോക്കുകയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോ ബഡ്ജറ്റ് സിനിമകളുണ്ട്, അതുപോലെ ബഡ്ജറ്റ് കൂടിയ സിനിമകളുണ്ട്. ഇപ്പം മലയാളത്തിൽ ഇപ്പം ലോക പോലെയുള്ളത് ഒരുപാട് ബഡ്ജറ്റ് ഇല്ലാതെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമയാണ്. അതിൻ്റെ ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ ആണെങ്കിലും ഒരു ലിമിറ്റഡ് ലൊക്കേഷനിൽ വളരെ മിനിമൽ ബഡ്ജറ്റിൽ ചെയ്ത് ഇതുപോലെ ദേശീയ അംഗീകാരം കിട്ടിയ സിനിമ, ഇതെല്ലാം അംഗീകരിക്കപ്പെടേണ്ട സിനിമകളാണ്. ഇപ്പുറത്തെ സൈഡിൽ വേറെ ഇപ്പോൾ ഒരുപാട് ബഡ്ജറ്റിൽ ഒരു വലിയ സിനിമ ചെയ്തു, ക്വാളിറ്റി വൈസ് അത് ആൾക്കാർക്ക് കണക്റ്റ് ആവുന്നില്ല. അത് പലപ്പോഴും അതിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. കണക്റ്റ് ആവുന്നവരുണ്ട്, കണക്റ്റ് ആവാത്തവരുണ്ട്. ഇതിൽ ഏത് രീതിയിലുള്ള സിനിമ ലൈക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നായിരിക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ? അല്ല, ഞാൻ അതിന്റെ സ്ക്രിപ്റ്റിലാണ് ചോദിക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റിന് ഇത്തരം പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഫാത്തിമ എഴുതിയ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരു കഥക്ക് ഇത്ര ഈ പ്രൊഡക്ഷൻ മതി എന്നാൽ ഞാൻ അത് ചെയ്യുന്നു. ഞാൻ അടുത്ത സ്ക്രിപ്റ്റിന് അത്ര പ്രൊഡക്ഷൻ മതി. കുറച്ച് വലിയ സ്ക്രിപ്റ്റ് എത്തുമ്പോൾ അതിനുള്ള പ്രൊഡക്ഷന് വേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെയാണ്. അത് നല്ല നല്ല കഥകളും നല്ല തിരക്കഥകളും നല്ല കണ്ടന്റുകളൊക്കെ വരിക എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇപ്പം ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അടുത്ത സിനിമയിൽ ഉണ്ടാവുമോ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവും, ഉണ്ടാകാതിരിക്കാം. അതെ. വേറൊരു നമുക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അഭിനയിച്ച പല ആൾക്കാർക്കും വേറെ അവസരങ്ങൾ കിട്ടിയവർ പല പടങ്ങളിലും അഭിനയിച്ചു എന്നുള്ളതാണ്. അത് ഭയങ്കര സന്തോഷം പരിപാടിയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫാസിൽ. ഇപ്പം ഒരുപാട് സന്തോഷം. ഞാൻ കുറേ നാളായിട്ട് വിളിച്ചിട്ട് ഇപ്പോഴാണ് ഇരിക്കാൻ പറ്റിയത്. എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും വലിയ പറഞ്ഞാൽ നാഷണൽ ലെവലിൽ ഒരു റെക്കഗ്നേഷൻ കിട്ടി, ഒരുപാട് ആളുകളിലേക്ക് എത്തി. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണണം തന്നെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനി വരാൻ പോകുന്ന സിനിമകളും ഇതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല അംഗീകാരങ്ങളും ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നതും ആയിത്തീരട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, സന്തോഷം. താങ്ക് യു.